പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മിഥുൻ, ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു, പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. അപ്പം ഇതിനെ രണ്ടുപേർക്കും, പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് ഇഡി കടക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ കഴിയുന്ന ഏത് നടപടിയെയും കമ്മീഷൻ വിലക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടൽ ഇതിലുണ്ടാകാൻ സാധ്യതയുണ്ടോ? തന്നെ അതിലേക്ക് വരുന്ന മുമ്പ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, അടിയന്തരവാദം ഇന്നില്ല തന്നെയാണ്. സുപ്രീം കോടതി ഇന്ന് അടിയന്തരമായി ഈ കേസ് പരിഗണിക്കുമെന്നുള്ള ആവശ്യമായിരുന്നു ആം ആദ്മി മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ അടിയന്തരവാദം ഇന്ന് ഇല്ല എന്നുള്ളത് തന്നെയാണ്. നാളെ ഈ കേസ് ലിസ്റ്റ് ചെയ്തേക്കുമെന്നുള്ള വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിനെ നാളെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ഇക്കാര്യം ഇഡി തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുകയും ചെയ്തത്. അതായത് ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമെന്നും ഇഡിയും അറിയിച്ചിട്ടുണ്ട്. 10 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ നാളെ കോടതിയിൽ സമർപ്പിക്കാനാണ് ഇഡിയുടെ നീക്കം. കെജ്രിവാൾ ചോദ്യം ചെയ്യൽ, അതായത് നമുക്കറിയാം അറസ്റ്റിന് മുമ്പ് ഏകദേശം 2 മണിക്കൂറുകളോളം ഇത്തരത്തിൽ കേജ്രിവാളിനെ ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ ഈ സമയമൊന്നും തന്നെ ചോദ്യം ചെയ്യലിനോട് കേജ്രിവാൾ സഹകരിച്ചില്ല. അതിനാലാണ് സമയം ആവശ്യപ്പെടാൻ നീങ്ങുന്നതെന്നും ഇഡി അറിയിക്കുന്നുണ്ട്. ഇഡിയുടെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇഡി ആസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. അതേസമയം ഈ അറസ്റ്റുമായതിന് പിന്നാലെ ഇഡി ആസ്ഥാനത്ത് വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിരോധനാജ്ഞ അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും തന്നെ വലിയ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇഡി ആസ്ഥാനത്ത് മുമ്പിൽ നേരത്തെ തന്നെ പ്രവർത്തകരുടെയും ഒപ്പം തന്നെ ഇന്ത്യ മുന്നിലെ പ്രവർത്തകരുടെയും ഒക്കെ വലിയ നിര അവിടെ പ്രകടമായിരുന്നു. അവർ വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്നത് കാണാൻ സാധിച്ചിരുന്നു. അവിടെ വലിയ പോലീസ് സന്നാഹവും ഒപ്പം തന്നെ സേനാ വിന്യാസവും ഒക്കെ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദ്രുതകർമ്മ സേനയുടെ അടക്കം വലിയ വിന്യാസം അവിടെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സംഘർഷത്തിനിടയിൽ നമുക്കറിയാം നേരത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം ഏകദേശം 2 മണിക്കൂറിന് ശേഷമാണ് അരവിന്ദ് കെജ്രിവാളിനെ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കാൻ ഈ ഒരു ഇഡി ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ ആ സംഘത്തിനോ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. വലിയ പ്രതിഷേധം അദ്ദേഹത്തിന്റെ വീടിന് മുമ്പിൽ അരങ്ങേറിയിരുന്നു. തുടർന്ന് MLA-മാരെ അടക്കം അറസ്റ്റ് ചെയ്ത് നീക്കിയതിനു ശേഷമാണ് അവിടെ ഈ വാഹനങ്ങൾ കടന്നു പോകുന്നതിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയതിനു ശേഷമായിരുന്നു അവരെ അകത്തേക്ക് അദ്ദേഹത്തെ വാഹനവ്യൂഹത്തിൽ കയറ്റി ഇഡി ആസ്ഥാനത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്ത്. എന്തായാലും നിലവിൽ ഇഡി ആസ്ഥാനത്തേക്ക് അല്പസമയത്തിനകം അദ്ദേഹം എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം അവിടെയും അരങ്ങേറുകയും ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ ഒരു നാൾ വഴികൾ പരിശോധിക്കുമ്പോൾ ഈ 2022 ജൂലൈ 8-നാണ് പുതിയ എക്സൈസ് നയത്തിൽ മദ്യവിൽപ്പനയുമായി ബന്ധപ്പെട്ട ലൈസൻസുകൾക്ക് അനർഹമായ ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് ഡൽഹി ചീഫ് സെക്രട്ടറി, ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയ്ക്ക് റിപ്പോർട്ട് നൽകുന്നത്. 2022 ജൂലൈ 22-ന് ചട്ടലംഘനങ്ങളും ഒപ്പം തന്നെ നടപടിക്രമങ്ങളിലെ പിഴവുകൾക്കുമെതിരെ CBI അന്വേഷണത്തിന് ലഫ്റ്റനന്റ് ഗവർണർ ശുപാർശ ചെയ്യുകയായിരുന്നു. തുടർന്നാണ് ജൂലൈ 30-ന് പുതിയ നയം നിലവിൽ വരുന്നത് വരെ 6 മാസത്തേക്ക് പഴയ നയം പുനഃസ്ഥാപിക്കാൻ എക്സൈസ് വകുപ്പിന് തലവൻ കൂടിയായിട്ടുള്ള സിസോദിയ എക്സൈസ് വകുപ്പിന് നിർദ്ദേശം നൽകുന്നത്. 2022 ഓഗസ്റ്റ് 17-ന് വഞ്ചന, കൈക്കൂലി എന്നീ കുറ്റങ്ങൾ ചുമത്തി സിസോദിയയ്ക്കും ഒപ്പം തന്നെ എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർക്കും വ്യവസായികൾക്കുമെതിരെ CBI കേസ് രജിസ്റ്റർ ചെയ്യുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ നമുക്കറിയാം 3000 പേജിന്റെ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ ആദ്യഘട്ടത്തിലൊന്നും തന്നെ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയുടെ പേര് ഉൾപ്പെടുത്തില്ലായിരുന്നു. പിന്നീട് CBI അന്വേഷണം ഏറ്റെടുത്തതിനു ശേഷമാണ് സിസോദിയുടെ ഇടപെടലുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ CBIക്ക് ലഭ്യമാകുന്നത്. തുടർന്ന് ഇക്കാര്യങ്ങൾ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷമാണ് CBI അദ്ദേഹത്തിന്റെ അറസ്റ്റ് 2023 ഫെബ്രുവരി 26-ന് രേഖപ്പെടുത്തുകയും ചെയ്തത്. തുടർന്ന് പലകുറി കോടതിയെ സമീപിച്ചുവെങ്കിൽ പോലും തന്നെ കോടതി സിസോദിയുടെ ജാമ്യാപേക്ഷ തള്ളുന്നതാണ് കണ്ടത്. പക്ഷേ കൃത്യമായ ഇടവേളകളിൽ കൂടുതൽ തെളിവുകൾ ഹാജരാക്കാൻ CBIക്ക് സാധിക്കാത്ത പശ്ചാത്തലത്തിൽ ഒരു പക്ഷേ സിസോദിയയ്ക്ക് ജാമ്യം ലഭ്യമാകുമായിരുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് വീണ്ടും, അതായത് 2023 മാർച്ച് 9-ന് ED ഈ കേസിന്റെ ഭാഗമായി വരികയും അദ്ദേഹത്തെ രണ്ടാമത് അറസ്റ്റ് രേഖപ്പെടുകയും ചെയ്യുന്നത്. ഓഗസ്റ്റ് 19-ന് ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ സിസോദിയുടെയും ആം ആദ്മി പാർട്ടിയിലെ മറ്റ് 3 അംഗങ്ങളുടെയും വസതിയിൽ CBI വ്യാപക റെയ്ഡ് നടത്തുന്നു. രാവിലെ മുതൽ നടത്തിയ റെയ്ഡിൽ ഏകദേശം 16 മണിക്കൂർ നീണ്ട റെയ്ഡിൽ കൂടുതൽ തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ കൂടുതൽ തുകകളും ഇതുമായി ബന്ധപ്പെട്ട് കണ്ടെത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഓഗസ്റ്റ് 30-ന് ഗാസിയാബാദിലെ സെക്ടർ 4 വസുന്ധരയിലെ PNB ശാഖയിൽ 5 CBI ഉദ്യോഗസ്ഥരുടെ സംഘം എത്തി സിസോദിയുടെ ബാങ്ക് ലോക്കറുകൾ പരിശോധിക്കുന്നു. അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഈ ഉദ്യോഗസ്ഥർക്ക് ലഭ്യമാകുകയും ചെയ്യുന്നു. രാജ്യത്തുടനീളം ഏകദേശം 35 സ്ഥലങ്ങളിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട റെയ്ഡ് നടന്നത്. അതിൽ ആന്ധ്രാപ്രദേശ് ഉണ്ട്, തെലങ്കാനയുണ്ട്, ഗോവയുണ്ട്, അങ്ങനെ നിരവധി സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 35 സ്ഥലങ്ങളിൽ ED റെയ്ഡ് പുരോഗമിക്കുകയും ചെയ്തു. സെപ്റ്റംബർ 27-ന് ആം ആദ്മി കമ്മ്യൂണിക്കേഷൻ ഇൻചാർജ് മലയാളിയായിട്ടുള്ള വിജയ് നായരെ
ഇ ഡി അറസ്റ്റ് ചെയ്യുന്നു. അതിലാണ് കേസിലെ ആദ്യത്തെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അവിടെ നിന്നാണ് സ്ഥിതിയിലേക്ക് എത്താനുള്ള ഒരു വഴി CBIക്ക് തുറന്നു കിട്ടുകയും ചെയ്യുന്നത്. കൂടാതെ ഈ എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തതോടുകൂടി കൃത്യമായി അവർ കാര്യങ്ങൾ പറയുന്നു. അതായത് മദ്യനയത്തിൽ ഇടപെടുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വാട്സാപ്പ് മുഖേനയാണ് ലഭിച്ചത്. അദ്ദേഹത്തിന് 16-ലധികം ഫോണുകൾ ഉണ്ടായിരുന്നു, ടാബ്ലറ്റുകൾ ഉണ്ടായിരുന്നു. അതിലൊക്കെ കൃത്യമായി ഇതിന്റെ വിവരങ്ങൾ ലഭ്യമായിരുന്നു. കൂടാതെ ഈ തുക അദ്ദേഹം അതായത് ഈ പറയുന്ന പ്രതികളിലായിട്ടുള്ള ഉൾപ്പെട്ടിട്ടുള്ള മലയാളി ഉൾപ്പെടെയുള്ള അവരുമായി അദ്ദേഹം നിരന്തരം കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു എന്നുള്ള വിവരം തുടർന്ന് പുറത്തു വരികയും ചെയ്തു. പിന്നീട് സെപ്റ്റംബർ 28, 2022 മദ്യവ്യാപാരികളുടെ കൂട്ടിയായിട്ടുള്ള സമീർ അറസ്റ്റിലാകുന്നത്. അങ്ങനെ മദ്യ വ്യവസായികളും ഒപ്പം തന്നെ സർക്കാരും തമ്മിലുള്ള ഒരു ഗൂഢാലോചനയുടെ ഭയമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പുതിയ മദ്യനയം നടപ്പാക്കാൻ സർക്കാർ തീരുമാനിക്കുന്നതെന്നുള്ള ആരോപണം കൂടുതൽ അടിവരയിട്ട് പറയാൻ CBIക്ക് സാധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പിന്നീട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2023 മാർച്ച് 9 ED കൂടി രംഗത്തോടുകൂടി ഈ കേസ് കൂടുതൽ ബലപ്പെടുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കും. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് വന്നാൽ മിഥുൻ, നമുക്കറിയാം ഇലക്ട്രൽ ബോണ്ട് അഴിമതി പൂർണ്ണമായും അത് ജനങ്ങളുടെ മുമ്പാകെ എത്തുന്ന സമയമാണ്. കേജ്രിവാളിന്റെ അറസ്റ്റ്, അത് എന്താണ് അതിന്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്നുള്ളതുണ്ട്. കേന്ദ്രത്തിന്റെ നീക്കം ഏത് തരത്തിലാണ് ഇനി പോവുക എന്നുള്ളത് കൂടിയുണ്ട്. തീർച്ചയായും നമുക്കറിയാം സമീപകാലത്തൊക്കെ തന്നെ, അതായത് ഈ വർഷം ഇത് 2ാം തവണയാണ്. അതായത് 2 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിയാണ് ഇതുമായി ഇത്തരത്തിൽ കേസുകളിൽപ്പെട്ട EDയുടെ പിടിയിലാവുകയും ഒപ്പം തന്നെ പിന്നീട് രാജിവെച്ച് അവിടെ വലിയ രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ കാണാൻ സാധിക്കുകയും ചെയ്തത്. ജാർഖണ്ഡിലാണ് ഇതിനു മുമ്പ് JMM നേതാവ് കൂടിയായിട്ടുള്ള ഹേമന്ത് സോറന്റെ അറസ്റ്റ് ED നടത്തുന്നത്. അതായത് 7 തവണ അദ്ദേഹത്തിന് നോട്ടീസ് നൽകുന്നു. അതിൽ 2 തവണ അദ്ദേഹം ഹാജരാവുകയും കൃത്യമായ വിവരങ്ങൾ നൽകുകയും ചെയ്തായിരുന്നു. പിന്നീട് ഡൽഹിയിൽ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി കൂടുതൽ റെയ്ഡ് നടത്തിയതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഉടനടി നടപ്പിലാക്കാനുള്ള തീരുമാനത്തിലേക്ക് ED സംഘം എത്തുകയും ചെയ്തത്. അങ്ങനെ ജാർഖണ്ഡിൽ, അതായത് BJPക്ക് എതിരായി നിൽക്കുക അല്ലെങ്കിൽ ഭരണകക്ഷിക്കെതിരായിട്ട് നിൽക്കുന്ന പ്രാദേശിക കക്ഷികളെയൊക്കെ തന്നെ ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രേരിതമായി അറസ്റ്റ് ചെയ്യുന്നുള്ള ആരോപണം നേരത്തെ തന്നെ നമുക്കറിയാം പല കുറിയായി പ്രതിപക്ഷ നേതാക്കൾ ഉയർത്തിക്കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അത്തരത്തിലൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് രാജ്യം കടന്നു പോവുകയും ചെയ്തത്. അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് നമുക്കറിയാം നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കേന്ദ്രത്തിനെതിരെ നടത്തിയ പ്രതിഷേധത്തിലൊക്കെ അരവിന്ദ് കെജ്രിവാൾ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അന്ന് അദ്ദേഹം ഈ കാര്യം വ്യക്തമാക്കിയിരുന്നതാണ്. ഉടനടി തന്നെ താൻ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. രാഷ്ട്രീയ പീഡിതമായി വിഷയത്തെ കാണുന്നു. അതായത് പല കുറി തനിക്കും ഒപ്പം തന്നെ തന്റെ പാർട്ടിയിലുള്ള പല നേതാക്കൾക്കും MLA-മാർക്കും BJP പണം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പാർട്ടിയിലേക്ക് വരിക, NDA-യിലേക്ക് വരിക എന്നുള്ള ആരോപണം അവർ പലകുറി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിലൊന്നും തന്നെ തങ്ങൾ പോകില്ല, തങ്ങൾ എങ്ങനെയാണോ പ്രവർത്തിച്ചിരുന്നത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുള്ള ഒരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്യുന്നു. തുടർന്നാണ് ഇത് വലിയ രീതിയിലേക്ക് 2 വർഷവും 4 മാസവുമായി ഈ ഒരു കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടന്നത്, വിവാദമാവുകയും ചെയ്ത് തുടർന്ന് പല നേതാക്കൾ അറസ്റ്റിലാകുന്നു. ഇപ്പോൾ ഒടുവിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തന്നെ EDയുടെ പിടിയിലായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ശരി മിഥുൻ, കിരൺ ബാബു കൂടി ചേരുന്നുണ്ട്. കിരൺ, ഇവിടെ സഞ്ജീവ് ഭട്ട്, മനീഷ് സിസോദിയ, അരവിന്ദ് കെജ്രിവാൾ, ഇനി ആര് എന്നൊരു ചോദ്യം കൂടി ഉയരുന്ന സാഹചര്യത്തിലേക്ക് രാഷ്ട്രീയം കടന്നിരിക്കുന്നു. പ്രത്യേകിച്ച് ഡൽഹിയിൽ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? തന്നെ അസാധാരണമായ നടപടിക്രമങ്ങളിലൂടെയാണ് ഡൽഹി ഇപ്പോൾ കടന്നു പോകുന്നത്. മുഖ്യമന്ത്രി അറസ്റ്റിലാണ്, ജയിലിലായാലും അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ല, ജയിലിൽ നിന്ന് ഭരിക്കും എന്നുള്ള തീരുമാനമാണ് ആം ആദ്മി പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത്തരം ഒരു നിലപാടിൽ തന്നെയാവും മുന്നോട്ട് പോയിട്ടുണ്ടാവുക. സാധാരണഗതിയിൽ ആം ആദ്മി പാർട്ടിയും ഇത്തരം ഒരു അറസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടിട്ടുണ്ടാവണം. ആം ആദ്മി പാർട്ടി മാത്രമല്ല മറ്റ് പ്രതിപക്ഷ പ്രധാന പാർട്ടികളും അത്തരം ഒരു സാധ്യത മുൻകൂട്ടി കണ്ടിട്ടുണ്ടാവണം. ഏത് തരത്തിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന തരത്തിലും അവർ നേരത്തെ തന്നെ തീരുമാനവും എടുത്തിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെയാണ് അറസ്റ്റിലായ തൊട്ടു പിന്നാലെ തന്നെ ആം ആദ്മി പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നത്. അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലടച്ചാലും അദ്ദേഹം രാജിവെക്കില്ല. മറ്റ് പല മുഖ്യമന്ത്രിമാരെയും സമാന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ജയിലിലടച്ച ശേഷം അല്ലെങ്കിൽ ജയിലിലടയ്ക്കുന്നതിന് തൊട്ടു മുമ്പായി രാജി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹേമന്ത് സോറൻ അടക്കമുള്ളവർ. എന്നാൽ ഇത് അങ്ങനെ ഉണ്ടാവില്ല, രാജി ഉണ്ടാവില്ല. ജയിലിൽ കിടന്നാലും ഡൽഹി മുഖ്യമന്ത്രിയായി തന്നെ ഭരിക്കും എന്നുള്ള തീരുമാനം തന്നെയാണ് ആം ആദ്മി പാർട്ടി പ്രഖ്യാപിക്കുന്നത്. അവർ ഇത് മുൻകൂട്ടി കണ്ടു, അല്ലെങ്കിൽ മുൻകൂട്ടി ഇത്തരം വിഷയങ്ങൾ ഉണ്ടായാൽ ഏത് തരത്തിൽ പ്രതിരോധിക്കണമെന്ന് തീരുമാനിച്ചിരുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണിത്. എന്തായാലും ഡൽഹിയെ സംബന്ധിച്ച് നേരത്തെ മനീഷ് സിസോദിയ സമാന രീതിയിൽ അറസ്റ്റിലായിരുന്നു. ഈ കേസിൽ തന്നെ മനീഷ് സിസോദിയ അറസ്റ്റിലായി മാസങ്ങളായി ജയിലിൽ കിടക്കുകയാണ്. അപ്പോഴൊന്നും ഉണ്ടാകാത്ത രീതിയിലുള്ള വലിയ പ്രതിഷേധത്തിലേക്ക് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്താൽ നീങ്ങാൻ സാധ്യതയുണ്ട്. ഡൽഹി ഉപമുഖ്യമന്ത്രിയായിരുന്നു മനീഷ് സിസോദിയെങ്കിലും കെജ്രിവാൾ അങ്ങനെയല്ല. ഡൽഹിയെ സംബന്ധിച്ച് ഡൽഹിയിലെ ഏറ്റവും ജനപ്രിയനായ നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ. ആം ആദ്മി പാർട്ടി എന്ന പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ അരവിന്ദ് കെജ്രിവാൾ എന്ന വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായയും
സാധാരണ മനുഷ്യർക്ക് വേണ്ടി നിലനിൽക്കുന്നു എന്നുള്ള ഭരണ മികവും കൂടി കണക്കിലെടുത്താണ് ഡൽഹിയിലെ ജനങ്ങൾ എല്ലാ തവണയും നിയമസഭയിലേക്കടക്കം വലിയ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ അരവിന്ദ് കെജ്രിവാളിനെ അധികാരത്തിലേക്ക് എത്തിക്കുന്നത്. ആദ്യ തവണ ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തുമ്പോൾ ഇത് പെട്ടെന്നൊരു മഴയത്ത് കുരുത്ത തകരയാണ്, അല്ലെങ്കിൽ ഒരു സ്വാഭാവിക ഒരു അസാധാരണ പ്രതിഭാസം മാത്രമാണ്, ഇത് അധികകാലം നിലനിൽക്കില്ല, കുമിള പോലെ പൊട്ടിത്തകർന്നു പോകും എന്നെല്ലാമുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് തുടർ വിജയങ്ങൾ ആം ആദ്മി പാർട്ടിക്ക് നൽകിയത്. അതും തന്നെ വലിയ വിജയങ്ങളാണ്. കഴിഞ്ഞ തവണ 70 സീറ്റുകളിൽ 67 സീറ്റ് നൽകുകയും ഈ തൊട്ട് കഴിഞ്ഞ തവണ 70 സീറ്റുകളിൽ 63 സീറ്റ് നൽകുകയുമാണ് ഡൽഹിയിലെ ജനങ്ങൾ ആം ആദ്മി പാർട്ടിയെയും അരവിന്ദ് കെജ്രിവാളിനെയും വിജയിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വലിയ പ്രതിഷേധങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട്. ഡൽഹിയിൽ മാത്രമല്ല, ഇപ്പോൾ പഞ്ചാബിലും ആം ആദ്മി പാർട്ടിയുടെ ഭരണമാണ്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. കഴിഞ്ഞ കുറെ കാലമായി കോൺഗ്രസ് അടക്കം പ്രധാനമായും ഉന്നയിക്കുന്ന വിഷയം. ശരി, എന്തായാലും മദ്യനയത്തിൽ അഴിമതി നടന്നെന്ന കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കേസിൽ ED അറസ്റ്റ് ചെയ്ത കെജ്രിവാളിനെ നാളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയുന്നത്.